അനുമോളെ കണ്ടിരുന്നു ഈ സ്റ്റാർ സിംഗറിന്റെ വേദി. കല്യാണത്തെ കുറിച്ചോ? എന്റെ കല്യാണത്തെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ല ഒരാളെ തേടിക്കൊണ്ടിരിക്കുന്നു. ഒത്തുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ കല്യാണം കഴിക്കണം വലിയ കാര്യമായിട്ടൊക്കെ കരുതുന്നത്. ഒരുപാട് ഞാൻ എന്താ പറയാ, പുറത്തിറങ്ങുമ്പോൾ ജനങ്ങളുടെ ഒരു റെസ്പോൺസ് കാണുമ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി. എല്ലാ തരത്തിലുള്ള ആളുകളും, കുടുംബ പ്രേക്ഷകരായാലും കുട്ടികളായാലും പിന്നെ യൂത്ത് ആയാലും എല്ലാവരുടെ ഹൃദയത്തിലും ഒരു എന്താ പറയുക, ഒരു മാർക്ക് ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നതിൽ ഒരുപാട് സന്തോഷം. അത് എൻ്റെ മാത്രം കഴിവല്ല, ജനങ്ങളെ എന്നിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ്. അവരോടുള്ള നന്ദി ഒരു കാലത്തും പറഞ്ഞ തീരാത്ത അത്രയുണ്ട്. ഗ്രൂപ്പായിട്ടല്ലേ ഫോട്ടോ? ഫസ്റ്റ് ഉദ്ഘാടനം സാം സ്ക്വയർ പോലുള്ള ഒരു വലിയൊരു വിഷനുള്ള, വലിയൊരു എന്താ പറയാ, സമൂഹത്തിൽ വലിയൊരു വിഷനുള്ള ഒരു സ്ഥാപനവുമായിട്ട് കൈകോർക്കാനായിട്ട് സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞാനൊരു പ്രോപ്പർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതായിരുന്നു ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളൊരു ഇനോഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുള്ള ഒരു കാര്യത്തിലൂടെ ചെയ്തു തുടങ്ങണമെന്നുണ്ടായിരുന്നു. എന്റെ ഭാഗ്യവശാൽ അതിന് സാധിച്ചു. ഒരുപാട് സന്തോഷം. ബിഗ് ബോസിലെ അനീഷേട്ടാ ബിഗ് ബോസിൽ എല്ലാവരായിട്ട് കാണാറുണ്ടോ? ബിഗ് ബോസിൽ എല്ലാവരായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഇപ്പോൾ റീസെന്റ് സ്റ്റാർ സിംഗറിൽ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ പേരെ കണ്ടു. അപ്പോൾ എല്ലാവരായിട്ട് കോണ്ടാക്ട് ഉണ്ട്. എനിക്ക് ആരുമായിട്ട് ഒരു പരിഭവമോ വഴക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരായിട്ട് ഹൗസിനുള്ളിലും നല്ല രീതിയിലാണ് നിന്നിരുന്നത് അവസാന കാലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കുറേ ആളുകളൊക്കെ കോണ്ടാക്ട് ചെയ്തു. കുറേ ആളുകളൊക്കെ ആയിട്ട് ഇനി കോണ്ടാക്ട് ചെയ്യാനിരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും എല്ലാവരായിട്ടും നല്ല സൗഹൃദമാണ്. അനുമോളെ കണ്ടിരുന്നു ഈ സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ കണ്ടിരുന്നു. ഞങ്ങൾ പരസ്പരം ഷെയ്ക്കനൊക്കെ കൊടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്റെ കല്യാണത്തെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ല ഒരാളെ തേടിക്കൊണ്ടിരിക്കുന്നു. ഒത്തുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുത്തില്ലേ? കിട്ടിയില്ലേ? അത് അറിയിക്കാം. വണ്ടി ഷാനവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഉറ്റ സുഹൃത്താണ് ഷാനവാസ്. അപ്പം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മൾ അതൊരു ക്ലോസ് ആക്കി വെക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മീഡിയയിലൂടെ ഷാനവാസ് വരുന്നതോ അല്ലെങ്കിൽ ഞാൻ ഷാനവാസിൻ്റെ വീട്ടിലേക്ക് പോകുന്നതോ ഒന്നും അങ്ങനെ അത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാനതൊരു എന്താ പറയുക, അതൊരു ഹൃദയത്തിൽ സൂക്ഷിക്കാനാണ് എനിക്കിഷ്ടം. തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം, ഷാനവാസ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ആ ഒരു സുഹൃത്ത് ബന്ധം ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് തന്നെയാണ് ഷാനവാസിന്റെ ആഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് തുടക്കം കുറിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സാം സ്ക്വയർ പോലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം വന്നപ്പോൾ അതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ജെനുവിൻ കോഴ്സായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതെടുത്തു. ഇനി ഒരുപാട് ഉദ്ഘാടനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വഴിയേ വരും. തുടക്കം എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അതെൻ്റെ എന്താ പറയുക, ഒരു ഭാഗ്യം കൊണ്ട് നല്ലൊരു സ്ഥാപനം കിട്ടി. അത് ഞാൻ എൻ്റെ സോഷ്യൽ
മീഡിയയിലൂടെ ആ കാര്യങ്ങൾ എൻ്റെ അഭിപ്രായം പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഉടനെ തന്നെ ഉണ്ടായിരിക്കും. എൻ്റെ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പ്രതികരിക്കും, ഉറപ്പായിട്ടും പ്രതികരിക്കും.